യൂത്ത് വ്യാജം പ്രസിഡന്റ് കോൺഗ്രസിൻ്റെ സമര നാടകങ്ങളെക്കുറിച്ച് ഒരു സെൽഫ് ഗോൾ അടിച്ചിട്ടുണ്ട്. മരണത്തിൻ്റെ വ്യാപാരികൾ തന്നെയോ അല്ലയോ എന്ന് കൃത്യമായിട്ട് ആ ഒരു ഉദാഹരണം തെളിയിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആംബുലൻസിൽ അതിവേഗത്തിൽ ആ ദുർഘടപാതയിലൂടെ പോകുമ്പോൾ, കേരളത്തിലെ നിരത്തുകളുടെ അവസ്ഥ ഇപ്പോൾ അറിയാലോ, ആ ദുർഘടപാതയിലൂടെ പോകുമ്പോൾ ആ ആംബുലൻസ് മറിഞ്ഞൊരു അപകടം ഉണ്ടാകുന്ന ഒഴിവാക്കാൻ വേണ്ടിയിട്ടില്ലേ സമരം ചെയ്തത്? ആ സമരം വേണ്ടേ? സർക്കാർ ആഗ്രഹിക്കുന്നത് ആരോഗ്യ മേഖലയിൽ സമരങ്ങൾ പാടില്ലേ? നിങ്ങൾ പറ. കോഴിക്കോട്ട് ചികിത്സാ പിഴവ് കാരണം എത്ര പേര് ഇപ്പം മരിച്ചു? എത്ര പേര് മരിച്ചു? നിങ്ങളല്ലേ, നിങ്ങളുടെ സ്പെഷ്യൽ റിപ്പോർട്ടുകളല്ലേ? അപ്പോൾ അതിന് സമരങ്ങൾ വേണ്ടേ? നിങ്ങൾ പറ. അപ്പോൾ സമരങ്ങളെ കൊല്ലാൻ ഒരു മരണത്തെ കാരണമാക്കുന്ന ക്രൂരഹൃദയർ. നമ്മൾ ഏതൊരു സിനിമയിൽ ഒരു ശവപ്പെട്ടി കച്ചവടക്കാരൻ്റെ സീൻ നമ്മൾ സലീം കുമാർ മറ്റോ അവതരിപ്പിച്ചിരിക്കുന്നത് അല്ലേ? ഒരു ശവപ്പെട്ടി കച്ചവടക്കാരനുണ്ട്, ക്രൂര മനസ്സുമായി, ആളുകൾ മരിക്കുമ്പോൾ സന്തോഷിക്കുന്ന മനസ്സുമായിരിക്കുന്ന ഒരു ശവപ്പെട്ടി കച്ചവടക്കാരൻ്റെ ഒരു ക്യാരക്ടർ സലീം കുമാർ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിനേക്കാൾ ക്രൂരമായ മനസ്സാണ്. വിതുരയിൽ ആദിവാസി യുവാവിന് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായതിനെ ന്യായീകരിക്കാൻ വന്നതാണ്. ആ ന്യായീകരണത്തിനിടയിലാണ് മരണത്തെ ഉപയോഗപ്പെടുത്തി സമരത്തെ കൊല്ലുന്നു എന്ന് ആംഗിൾ സൃഷ്ടിക്കാൻ വന്നതാണ്. അതായത് സമരം ചെയ്ത് 20 മിനിറ്റ് വൈകിച്ച് ആദിവാസി യുവാവിൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തി. അതിനുശേഷം പുതിയൊരു നരേഷൻ കൊണ്ടുവരികയാണ്. ആ നരേഷൻ കൊണ്ടുവരുന്നതിനിടയിലാണ് ശവപ്പെട്ടി കച്ചവടക്കാരൻ്റെ കഥ ഇറക്കി വിട്ടത്. എത്ര കൃത്യമാണ്! കേരളത്തിലെ ബിന്ദു എന്ന സ്ത്രീയുടെ ജീവൻ, മിഥുൻ എന്ന കുട്ടിയുടെ ജീവൻ, ഇതൊക്കെ കിട്ടിയപ്പോൾ വലിയ സന്തോഷത്തോടെ വന്ന് സമരം ചെയ്തവർ സ്വന്തം നിലയ്ക്ക് തന്നെ ആ സമരത്തെക്കുറിച്ചുള്ള വിലയിരുത്തൽ വളരെ നല്ലതാണ്, കൃത്യമായ ഉദാഹരണമാണ്. അപ്പോൾ ഈ ആംബുലൻസിൽ അതിവേഗത്തിൽ ആ ദുർഘടപാതയിലൂടെ പോകുമ്പോൾ, കേരളത്തിലെ നിരത്തുകളുടെ അവസ്ഥ ഇപ്പോൾ അറിയാലോ, ആ ദുർഘടപാതയിലൂടെ പോകുമ്പോൾ ആ ആംബുലൻസ് മറിഞ്ഞൊരു അപകടം ഉണ്ടാകുന്ന ഒഴിവാക്കാൻ വേണ്ടിയിട്ടില്ലേ സമരം ചെയ്തത്? ആ സമരം വേണ്ടേ? സർക്കാർ ആഗ്രഹിക്കുന്നത് ആരോഗ്യ മേഖലയിൽ സമരങ്ങൾ പാടില്ലേ? നിങ്ങൾ പറ. കോഴിക്കോട്ട് ചികിത്സാ പിഴവ് കാരണം എത്ര പേര് ഇപ്പം മരിച്ചു? എത്ര പേര് മരിച്ചു? നിങ്ങളല്ലേ, നിങ്ങളുടെ സ്പെഷ്യൽ റിപ്പോർട്ടുകളല്ലേ? അപ്പോൾ അതിന് സമരങ്ങൾ വേണ്ടേ? നിങ്ങൾ പറ. അപ്പോൾ സമരങ്ങളെ കൊല്ലാൻ ഒരു മരണത്തെ കാരണമാക്കുന്ന ക്രൂരഹൃദയർ. നമ്മൾ ഏതൊരു സിനിമയിൽ ഒരു ശവപ്പെട്ടി കച്ചവടക്കാരൻ്റെ സീൻ നമ്മൾ സലീം കുമാർ മറ്റോ അവതരിപ്പിച്ചിരിക്കുന്നത് അല്ലേ? ഒരു ശവപ്പെട്ടി കച്ചവടക്കാരനുണ്ട്, ക്രൂര മനസ്സുമായി, ആളുകൾ മരിക്കുമ്പോൾ സന്തോഷിക്കുന്ന മനസ്സുമായിരിക്കുന്ന ഒരു ശവപ്പെട്ടി കച്ചവടക്കാരൻ്റെ ഒരു ക്യാരക്ടർ സലീം കുമാർ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിനേക്കാൾ ക്രൂരമായ മനസ്സാണ്. നമ്മൾ ചെയ്യുന്ന സമരങ്ങളും അതിലൂടെ ഒരു ജീവൻ പോകുമ്പോൾ അതിന് കണ്ടെത്തുന്ന പുതിയ ന്യായീകരണങ്ങളാണ്. ജനം കേൾക്കണം. ഇന്നലെ വരെ ജീവനെക്കുറിച്ചും അതിൻ്റെ വിലയെക്കുറിച്ചും വലിയ ക്ലാസ് എടുത്ത വ്യക്തിയാണ്. വിതുരയിൽ സ്വന്തം പാർട്ടിക്കാർ ചേർന്ന് നടത്തിയ സമരത്തിൻ്റെ ഭാഗമായി ഒരു ചെറുപ്പക്കാരന് 20 മിനിറ്റോളം ചികിത്സ തടസ്സപ്പെട്ടു. അതിനുശേഷം അദ്ദേഹത്തിന് ജീവൻ നഷ്ടമാവുകയാണ്. അതിനെ ന്യായീകരിച്ച് വെളുപ്പിച്ചെടുക്കണം. അതിനെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാത്തത് സമൂഹത്തിൽ വലിയ തോതിൽ വിമർശനം ഉയരുന്നതിനിടയിലാണ് ഈ ന്യായീകരണം. അതിനിടയിലാണ് ശവപ്പെട്ടി കച്ചവടക്കാരൻ്റെ ഉദാഹരണം എടുത്തിട്ടത്. ആ ശവപ്പെട്ടി കച്ചവടക്കാരൻ ആരാണെന്ന് ഇന്ന് കേരളത്തിനോട് ചോദിച്ചാൽ സലിംകുമാറിൻ്റെ സ്ഥാനത്ത് VD സതീശനെ പ്രതിഷ്ഠിക്കാം. ആ കടയിലെ പെട്ടിയെടുപ്പ് കൊടുപ്പുകാരൻ ആയിട്ട് വേണമെങ്കിൽ യൂത്ത് വ്യാജനയും നമുക്ക് സ്ഥാപിക്കാം. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൽ ഓരോ ദിവസവും ഓരോ മരണമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും ആ മരണത്തെ അവസരമാക്കി എടുത്ത് അത് ഉപയോഗപ്പെടുത്തി രാഷ്ട്രീയത്തിൽ അധികാരത്തിൽ വരാമെന്നുള്ള വ്യാമോഹത്തിലാണ് ഇവർ ഇമാതിരി വൃത്തികേടുകൾ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ കാട്ടിക്കൊണ്ടിരിക്കുന്ന വൃത്തികേടിനെക്കുറിച്ച് സ്വയം തിരിച്ചറിവുണ്ടെന്ന് ആ പ്രതികരണം വളരെ കൃത്യമായി തെളിയിക്കുന്നുണ്ട്.